Vijaya's Dish of the Day എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതിൻ്റെ പേര് മുട്ട അവിയൽ എന്നാണ്. പേര് ഇങ്ങനെയാണെങ്കിലും അവിയലുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇതെൻ്റെ അമ്മയുടെ കറിയാണ്. വളരെ ഈസി ആയിട്ട് ഇതുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻസും ഒക്കെ എനിക്ക് വേണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം മുട്ടയവിയലിന് എന്തൊക്കെ സാധനങ്ങൾ അരയ്ക്കാൻ വേണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 5-6 ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി അധികമായാൽ കറിക്ക് ഒരു പച്ചക്കുത്തുണ്ടാകും. അതുകൊണ്ട് ഞാനിവിടെ 1.5 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. ഒരു 2 ടീസ്പൂൺ വരെ ആകാം, അതിൽ കൂടാൻ പാടില്ല. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് പച്ചമുളക് ഇടുന്നതുകൊണ്ട് മുളക് പൊടി അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കറിക്കൊരു മഞ്ഞ കളറാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. ഇതാ ഈ രീതിയിൽ അരച്ചെടുക്കണം ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകാണ് ഈ കറിക്ക് എരിവ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. ഇത് പച്ചമുളക് ഒന്ന് നീളത്തിൽ കീറിയെടുക്കാം. അതേപോലെ തക്കാളിയും നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഈ മുട്ട അവിയൽ എൻ്റെ അമ്മയുടെ കറിയാണ്. അമ്മ ഇതിൽ തക്കാളി ചേർക്കാറില്ല. പച്ചമുളകും കറിവേപ്പിലയും മാത്രമേ ചേർക്കാറുള്ളൂ. ഞാനിതിൽ തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കും തക്കാളി വേണ്ടെങ്കിൽ ചേർക്കണ്ട. പിന്നെ വേണ്ടത് നമുക്ക് ഒരു 6 മുട്ട ഇങ്ങനെ പുഴുങ്ങിയെടുത്ത് 2ആയിട്ട് മുറിച്ച് വെക്കണം. ഇത് വേണമെങ്കിൽ 4ആയിട്ട് മുറിക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ മഞ്ഞക്കരു കറിയിൽ അങ്ങ് കലങ്ങിപ്പോകും. അപ്പം നമുക്ക് ഈ തക്കാളിയും പച്ചമുളകും ഒരു പാത്രത്തിലേക്ക് ഇടാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം അത് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് ഞാൻ. ഈ അരപ്പൊടി ഇതിലോട്ടിട്ട് കലക്കി എടുക്കണം. ഇതുപോലെ ഇത് കലക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തക്കാളിയും പച്ചമുളകും വേകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാം, തക്കാളിയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം കൂടി ഉപ്പ് വേണം. തക്കാളി മുളകും എല്ലാം വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഇതിലേക്ക് ഇട്ടൊരു 2 മിനിറ്റും കൂടി ഇതൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം. മുട്ടയവിയൽ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന് പറ്റിയ ഒരു കറിയാണ്. കൂടാതെ ചപ്പാത്തിക്കും പൂരിക്കും നൂൽപുട്ടിനും അപ്പത്തിനും എല്ലാം കഴിക്കാം ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ പറയണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.